മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയത് കാൾ ലിനേയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹമാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ അങ്ങനെ തരംതിരിച്ചതാണ് തിയോഫ്രാസ്റ്റസ്. ഇദ്ദേഹമാണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. അരിസ്റ്റോട്ടിലും തിയോഫ്രാസ്റ്റസും ഗ്രീസിലുള്ള ആളായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ള ആളാണ് ചരകൻ. അപ്പോൾ 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ചരകൻ. ഇംഗ്ലണ്ട് സ്വദേശിയായ ജോൺ റേ 18,000-ത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററിയം എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്.